Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 70.40 പോയിന്റ്സിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. ഇന്നലെ മൂന്ന് 15 മാർക്കറ്റ് ക്ലോസ് ചെയ്ത് പിന്നെ 3:29 ഒരു ഫൈനൽ ക്ലോസിങ് വന്നിട്ടുള്ളത്. ഒരു ചേഞ്ച് ഇന്നലെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3:15 മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷം 3:28-30 ഇടയിൽ ഓപ്ഷൻ സെറ്റിൽമെൻറ്റ് പോലെ വന്നതിന് ശേഷം ക്ലോസ് ചെയ്യണം. FNO സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ 3:35 മുതൽ 3:40 വരെ, 3:30 മുതൽ 3:40 വരെ ഓപ്ഷൻ നമ്മൾ ചെയ്യാറുള്ള ഓപ്ഷൻസൊക്കെ അതുപോലെ തന്നെയാണ്. എന്തായാലും 24,350 ലെവലിൻ്റെ മുകളിലാണ് വീക്ക്ലി ഓപ്പണിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 24,700 ലെവൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ഇന്നലെ ക്ലോസിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് 70.40 പോയിന്റ്സിലെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നതിന് ശേഷം പ്രീവിയസ് ഡേ ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലേക്കാണ് വന്നിട്ടുള്ളത്. അവസാനത്തെ ആ ഒരു സ്പൈക്ക് ഫുള്ളായിട്ട് റിക്കവറായി, അല്ലെങ്കിൽ ഒരു ഫുൾ ബാക്ക് വന്നു. അപ്പോൾ നമുക്ക് 24,450 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,450 ഇന്നലെ നമ്മൾ സെലക്ട് ചെയ്ത സ്ട്രൈക്ക് പ്രൈസ് തന്നെയാണ്. അതുപോലെ തന്നെ 24,500 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,500 സെലക്ട് ചെയ്യാം. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,700, അതുപോലെ തന്നെ 24,750 ഇൻ ദ മണി പുട്ട് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 24,750, 700 ഇൻ ദ മണിയാണ്. ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 24,600 ഇപ്പോൾ ഡയറക്ഷണൽ കൺഫർമേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം എൻട്രി പ്ലാൻ ചെയ്യാം. ഇന്നലെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്ട്രൈക്ക് പ്രൈസസിൻ്റെ പുറകിലെ തന്നെ ആ ഒരു ചാർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ കാണിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. ചില അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല മുമ്പ് ബൈസെല്ലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നവ്യ മാർക്കറ്റ്സ് പ്ലാറ്റ്ഫോമാണിത്. ഇത് സെറോദ, നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ ചാർട്ട് വാച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിലാണ് ഞാൻ വാച്ച് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഫോണിൽ നോക്കുന്നത്, ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെറോദയാണെങ്കിൽ, ഞാനിവിടെ ഓപ്ഷൻസ് വാച്ച് ചെയ്യുന്നത് ഏഞ്ചൽ വണ്ണിലാണ്. ഓപ്ഷൻസ്, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ 4 ചാർട്ടും വാച്ച് ചെയ്യുന്നത് ഏഞ്ചൽ വണ്ണിലാണ്. അതുപോലെ തന്നെ
വീക്ക്ലി ചാർട്ട് വാച്ച് ചെയ്യുന്നത് സെറോദയിലാണ്. ഒരു റെഫറൻസ് ചാർട്ട് അപ്പ് സ്റ്റോക്സിലും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് എങ്ങാനും ക്ലാരിറ്റി കിട്ടാതിരിക്കുകയാണെങ്കിൽ ചില പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മറ്റേത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഒരു ബാരിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. വീക്ക്ലി നമുക്ക് റെസിസ്റ്റൻസ് വരുന്നത് 24,700 720 ലെവലാണ്. അതുപോലെ തന്നെ 350 ലെവലിലേക്ക് വരുമോ എന്നുള്ളതും നമുക്ക് നോക്കേണ്ടതുണ്ട്. 24,610 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീക്ക്ലി ഓപ്പണിംഗ് 24,572 വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരുമോ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 750 ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വരുമോ എന്ന് നോക്കാം. നമുക്ക് ഇന്നലെ ക്ലോസിംഗ് വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു 750 ലെവലാണ്. തോന്നുന്നു ഡേ ഹൈ 770 പ്ലസിലേക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 700 750 ലെവലിലേക്കൊരു റീടെസ്റ്റ് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഡയറക്ഷൻ കൺഫർമേഷന് ശേഷം എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു ബൈയിങ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. 24,750 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡ് വേസ് ആവാനുള്ള ചാൻസസും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കോൾ ഓപ്ഷൻ എൻട്രി പ്ലാൻ ചെയ്യാം. 24,450 ട്രേഡിംഗ് അറൗണ്ട് 180. നമുക്കൊരു ലിമിറ്റ് ഓർഡർ 153 എൻട്രി. 10 മണിക്ക് തന്നെ നമ്മൾ ഇന്നലത്തെ പോലെ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 180 ട്രേഡ് ചെയ്യുന്നത്. 24,450 കോൾ ഓപ്ഷൻ. 153 നമ്മുടെ എൻട്രി. ഒരു 20-30 പോയിൻറ്റ്സ് ഫുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ എൻട്രി ആക്റ്റീവ് ആവുള്ളൂ, ഈ ട്രേഡ് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു ഫുൾ ബാക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 20 പോയിൻറ്റ്സ് ആണോ സ്റ്റോപ്പ് ലോസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, ആക്റ്റീവ് ആവട്ടെ. 163 എത്തിയിട്ടുണ്ട്. നേരത്തെ 180 153 നമ്മുടെ എൻട്രി പ്രൈസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ആക്റ്റീവ് ആവാറായി. ഓൾമോസ്റ്റ് ആയില്ല. 158 വന്നിട്ടുള്ളത്. ഒരു 5 പോയിൻറ്റ്സ് കൂടി താഴോട്ട് വരേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലേ നമുക്ക് 153 വരാൻ പറ്റുള്ളൂ. 53 എന്നൊരു റിജക്ഷനോടുകൂടി ആക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. ആക്റ്റീവ് ആയതോടുകൂടി ഒരു റിജക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് 160 175 ഫസ്റ്റ് ടാർഗറ്റ്. ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. ഒരു ഹയർ ലോ ഫോം ചെയ്യുന്നുണ്ട് നിഫ്റ്റി. നമുക്ക് വെയിറ്റ് ചെയ്യാം. 158 വന്നു, ആക്റ്റീവ് ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അഗെയിൻ 165 170 ലെവലിലേക്ക് വന്നു കഴിഞ്ഞു. വെയിറ്റ് ചെയ്യാം. ഓക്കെ, അഗെയിൻ 158 റീടെസ്റ്റ് വന്നിട്ടുണ്ട്. 153 ആക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു.
158 അഗെയിൻ 57 ആണ് വന്നിട്ടുള്ളത്. One 56.35, 56, 54.5 ആക്റ്റീവ് ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. യെസ്, ആക്റ്റീവ് ആവാൻ പോകുന്നു. 53 യെസ്, ആക്റ്റീവ് ആയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് 132, 133. മോഡിഫൈ ചെയ്യാം. കോസ്റ്റിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അഗ്രസീവ് റിവിഷൻ ആണ് എന്നറിയാം, എന്നാലും ചില സിറ്റുവേഷൻസിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. 57 വന്നിട്ടുണ്ട്. എക്സിറ്റായി, കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു പ്രീവിയസ് ക്യാൻഡിൽ. എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു സപ്പോർട്ട് ലെവൽ കൃത്യമായിട്ട് അവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വന്നിട്ടില്ല. മേ ബി ഒരു 150 ലെവൽ, 148, 49 ലെവലിൽ നിന്നാണ് ബൈയിങ് പ്രഷർ വരാനുള്ള സാധ്യതയുള്ളത്. ബട്ട് നമ്മളത് എക്സിറ്റ് ചെയ്തു കോസ്റ്റിൽ തന്നെ. അപ്പോൾ അടുത്ത ട്രേഡ് നോക്കാം. ചില സമയത്ത് ഇങ്ങനെ നമുക്ക് ലെവൽസ് കൃത്യമായിട്ട് സപ്പോർട്ട് ലെവൽ അനലൈസ് ചെയ്യാനായിട്ട് പറ്റിയില്ലെന്ന് വരും. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ലെവൽസ് കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യാതെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യാം. 175 ആണ് ടാർഗറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യുമോ നമുക്ക് നോക്കാം. ഒരു 24,625 ലെവൽ ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. പ്രീവിയസ് സപ്പോർട്ട് ലെവൽ, ഡേ ലോ സപ്പോർട്ട് ലെവലാണത്. അപ്പോൾ നമുക്ക് നോക്കാം. അഗെയിൻ അത് 153 ലെവലിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഡേ ലോ ലെവലിലേക്ക് വരുമെന്നുള്ളൊരു വ്യൂ ആണുള്ളത്. അപ്പോൾ എന്തായാലും പുട്ട് ഓപ്ഷനിൽ എൻട്രി ആണ് നമ്മൾ ഇനി അടുത്തത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പുട്ട് ഓപ്ഷൻ ലെവൽ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ നമുക്ക് ആസ് ഓഫ് നൗ നമുക്കൊരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം, ഒരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, 143 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24,450 കോൾ ഓപ്ഷൻ. അതായത് നമ്മൾ 53 ലെവൽ ബ്രേക്ക് ചെയ്തു. നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്തു, എക്സിറ്റ് ചെയ്തു. 10 പോയിൻറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. 20 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. 133. എന്തായാലും പുട്ട് ഓപ്ഷൻ എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. $24,750 പുട്ട് ഓപ്ഷൻ.
166 ട്രേഡ് ചെയ്യുന്നത്. 143 എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ്. 143 വരട്ടെ. നമുക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം. 143 ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 24,750. ഇപ്പോൾ അത് 170 ട്രേഡ് ചെയ്യുന്നത്. ഒരു 30 പോയിൻറ്റ്സ് അഗെയിൻ ഒരു പുൾ ബാക്കിന് ശേഷം ആക്റ്റീവ് ആവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നേരത്തെ ട്രേഡ് നമ്മൾ കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തു. അടുത്ത ട്രേഡ് പുട്ട് ഓപ്ഷനിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. $24,750 പുട്ട് ഓപ്ഷൻ 143 നമ്മൾ ഓർഡർ ഇട്ട് വെച്ചെങ്കിലും അതിപ്പോൾ 243 ലെവലിലേക്ക് എത്തി. 100 പോയിൻ്റ് എവയാണ്. അപ്പോൾ നമുക്ക് ആ ഓർഡർ ക്യാൻസൽ ചെയ്യാം. 10:33 പ്ലേസ് ചെയ്ത 10:30 പ്ലേസ് ചെയ്ത ഓർഡറാണ്. 12 മണി കഴിഞ്ഞു. ഇപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഓർഡർ വന്നിട്ട് 24,700 കോൾ ഓപ്ഷൻ 700 പുട്ട് ഓപ്ഷൻ 190 ട്രേഡ് ചെയ്യുന്നത്. 170 ഒരു എൻട്രി ഉണ്ട്. നമുക്ക് എന്തായാലും 170 190 ട്രേഡ് ചെയ്യുന്നുണ്ട്. 170 ആണ് എൻട്രി. 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് തന്നെയാണ്. നമുക്ക് ഈ ഒരു ട്രേഡ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഓവറോൾ സൈഡ് വേസ് ആവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമുക്ക് നോക്കാം. 185 187 ട്രേഡ് ചെയ്യുന്നുണ്ട്. ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം എൻട്രി 143 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ ആ ഒരു പുൾ ബാക്ക് 155.70 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ആയില്ല. ഹയർ ലെവൽസിലൊരു എൻട്രിയാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. 170 നോക്കാം. എന്തായാലും ആ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം ആക്റ്റീവ് ആയതിനു ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഡൗൺഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുൾ ബാക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനിയും ഹയർ ലെവൽസിൽ തന്നെ ആയിരിക്കും എൻട്രി വരിക. മേ ബി ഈ ഒരു 170 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം എൻട്രി. ആസ് ഓഫ് നോ എൻട്രി സോണിലെത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ നമുക്ക് വീക്ക്ലി ഓപ്പണിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ഗ്യാപ്പ് അപ്പിലാണ് വീക്ക്ലി ഓപ്പണിംഗ് വന്നിട്ടുള്ളത്. 189.10 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ആ ഒരു ഇന്നലത്തെ ഡേയിലോ ബ്രേക്ക് ചെയ്തൊരു മൂവ്മെൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറൗണ്ട് 24,400 450 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓവറോൾ സൈഡ് വേസിനുള്ള ചാൻസസ് നമുക്ക് ഇന്നത്തെ ഓപ്പണിങ്ങിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡേഴ്സ് ഒന്നും തന്നെ പ്ലേസ് ചെയ്തിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല എൻട്രി കിട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ട്രേഡ് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തു. അപ്പോൾ അതൊരു കോൾ ഓപ്ഷൻ ആയിരുന്നു. കോൾ ഓപ്ഷൻ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ വലിയ ലോസിലേക്ക് പോകുമായിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ നമ്മുടെ എക്സിറ്റും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ അതിന് ശേഷം ഒരു എൻട്രി കിട്ടിയിട്ടില്ല. അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്തായാലും നോക്കാം. നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ബെയറിഷ് മൂവ്മെൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുൾ ബാക്കാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അഗെയിൻ നമുക്ക് ആ ഒരു 170 എൻട്രി പ്ലേസ് ചെയ്യാം. 24,700 പുട്ട് ഓപ്ഷൻ 220ലേക്കാണ് 220 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു 170 എൻട്രി നമ്മൾ നേരത്തെ ക്യാൻസൽ ചെയ്തതാണ്. 170 നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 24,700 ഡേ ഇതുവരെയുള്ള ഡേ ഹൈ 219.95 ആണ്.
ഇപ്പോൾ 170 വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും 170, 150, 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസിലെ ഒരു എൻട്രി ആക്റ്റീവ് ആകും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ചെറിയ റിക്കവറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2427.95 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഡേയിലോ. നമ്മുടെ ഓർഡർ 170 നിന്ന് 165 മാറ്റിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഓർഡർ ആക്റ്റീവ് ആകുമോ നമുക്ക് നോക്കാം. 3 മണിയോടുകൂടി 3 മണിക്കുള്ളൊരു മൂവ്മെൻറ്റിൽ ആക്റ്റീവ് ആവാൻ സാധ്യതയുണ്ടോ നോക്കാം. 3 മണിക്കുള്ള മൂവ്മെൻറ്റിൽ ആക്റ്റീവ് ആയിട്ടില്ല, എഗെയിൻസ്റ്റ് ആണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനി ഒരു കുറച്ച് സമയം, 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, നോക്കാം. ആക്റ്റീവ് ആയില്ല, 165 എൻട്രി. എന്തായാലും അതുകൂടെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഇപ്പോൾ സമയമായി. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊരു സ്ട്രോങ് ബെയറിഷ് ഡേ ആണ്. നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും ഇന്ന് വീക്ക്ലി എക്സ്പയറി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി മാർക്കറ്റ് 3:40 ആണ് ക്ലോസിംഗ് ടൈം, FNO ക്ലോസിംഗ് ടൈം. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ട്രേഡിംഗ് ഡേ ട്രേഡ്സ് കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇന്നൊരു ട്രേഡാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തത് കോൾ ഓപ്ഷൻ ആയിരുന്നു. കോസ്റ്റ് തന്നെ എക്സിറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടാവുമായിരുന്നു. എന്തായാലും നമുക്ക് നാളെ നോക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.